നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഡബിൾ ന്യൂസിലെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ഡെമൈൽ വ്ളോഗാണ്. നമ്മൾ ഇന്ന് രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട്. സ്റ്റുഡിയോ എണീക്കുന്നുള്ളൂ. രാവിലെ നല്ല മൂടലൊക്കെ ആയിരുന്നുവെങ്കിലും ഇപ്പം മഴക്കാലൊക്കെ മാറി വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും വെയിലടിക്ക് നന്നായി, കാരണം ഈ ഡ്രസ്സെല്ലാം ഉണങ്ങാത്ത ഡ്രസ്സാണ്. അതൊക്കെ എടുത്ത് തിരിച്ച് പുറത്തിടണം. ഞാൻ ഇന്നലെ മഴ പെയ്തപ്പോൾ എടുത്ത് അകത്തിട്ട ഡ്രസ്സാണ് ശ്രുതി. അപ്പം ഞാൻ എന്തായാലും തിരിച്ച് പുറത്തെടുത്ത് തിരിച്ച് വെക്കട്ടെ. ശ്രുതി എനിക്ക് സമയം കൊണ്ട് കുറച്ച് നേരം വെയിലടിച്ചാൽ ഉണങ്ങി കിട്ടത്ര ആയില്ലേ. അപ്പോൾ രാവിലത്തെ മെയിൻ പരിപാടി ഫസ്റ്റ് വീട് അതൊക്കെയാണ് കേസ്. ഡ്രസ്സൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേസ്. ഇനി പല്ലേച്ച് പ്രശ്നമാണ്. ശ്രുതി എണീക്കുമ്പോൾ ഒറ്റയ്ക്ക് പല്ലേച്ച് ഫ്രഷ് ആക്കി ശ്രുതി പറയും. ശ്രുതിനെ വിളിക്കാതെ ഒറ്റയ്ക്ക് ഫ്രഷ് ആയിന്നുണ്ട് കലിപ്പിടും. എന്നാലും കുഴപ്പമില്ല. ഞാൻ അതൊക്കെ നമ്മുടെ പേസ്റ്റ് ബ്രഷൊക്കെ എടുത്ത് പല്ലേക്ക് വെക്കട്ടെ. ഫ്രഷപ്പ് ആവട്ടുന്നിട്ട് തുണിയൊക്കെ എന്തെങ്കിലും ഉണങ്ങിക്കോളും. വെയിലെടുത്ത് അടുത്ത് പുറത്തിട്ട്. പക്ഷേ ഇനി വെയിൽ എത്ര കാലം നിൽക്കുന്നൊരു പിടിയില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് കാർമേഘം വരുന്നതുകൊണ്ട് വെയിൽ മാറുകയും ചെയ്യുന്നുണ്ട്. നല്ല ഉറക്കമാണ് കേസ്. ഞാൻ ഇട്ടിട്ടില്ല. എണീക്കുമ്പോൾ ഞാൻ വിളിച്ച് ശല്യം ചെയ്യുന്നില്ല. നല്ല മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തുണി വീണ്ടും എടുത്ത് അകത്തേക്ക് വിരിച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് പോകാം. നമ്മൾ സ്ഥലം വരെ പോവുകയാണ് ഗൈസ്. ആദ്യം ഒരുങ്ങി അവിടെ നിൽപ്പുണ്ട്. എന്തായാലും പോവാം. നടന്ന് പരുത്തിക്കുഴി എത്താറായി. കുളത്തിൽ ആരൊക്കെ മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. അത് കമ്പിട്ട് ഇതാക്കിയത്. ആദ്യം തോ വരുന്നത്. എന്തായാലും പോകാം. ബസ് പോയാൽ കൊണ്ടാ എന്തരാണെന്ന് അറിഞ്ഞുകൂടാ. നോക്കാം. ഞാൻ എന്തായാലും കുട എടുത്തിട്ടുണ്ട്. ഇന്ന് 65% മാണിക്യപുരം മഴ പെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും നോക്കാം. ബസ് പോയോ വന്നോ? വന്നില്ല. നോക്കാം, ചോദിച്ചു നോക്കാം. ബസ് വന്നോ? ഇല്ല. എത്താത്തിരുന്നു. ബസ് ഇതാ വരുന്നതിന് ഗൈസ്. ഇനിയിപ്പം നേരെ പോവാം. നെടുമങ്ങാട് ബസ് തന്നെ. പുതിയ ഡ്രൈവർ, പുതിയ കണ്ടക്ടർ. ആരുടെ എടുക്കൊണ്ട് ഇപ്പം എന്തായാലും പോവാം. ബസ്സിലാണ്. ബസ് അവിടെ പോയി തിരിച്ചു വരണം. അതാണ്. പോയിട്ട് വരട്ടെ. നമ്മൾ ഫൈനലി ബസ് കയറിയിരിക്കണം ഗൈസ്. നേരെ പോകാം. മഴക്കാറുണ്ട്. നെടുമങ്ങാട് പോയിട്ട് മാറി കയറണം. എന്തായാലും പോവാം. ഫൈനലി നമ്മൾ നെടുമങ്ങാട് വന്ന്. അപ്പോൾ എൻ്റെ താലി അങ്ങനെ പോവുകയാണ് ഗൈസ്. താലി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതാ, വേറെ വഴിയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് സെറ്റ് ആവണമല്ലോ. അപ്പോൾ എന്തായാലും ആശുപത്രിയിൽ പോകണമെങ്കിൽ കയ്യിൽ 10,000 രൂപ വേണം. ചിലവിന് പൈസ. എന്തായാലും പോയി കൊടുക്കാം. മനസ്സില്ല, 2 മനസ്സോടെ പോവുകയാണ്. എന്തായാലും പോയിട്ട് വരാം. എൻ്റെ താലി കൊടുത്ത ബില്ലുമായിട്ട് ആർജ് പോകുമെന്ന് കഴിച്ചു. എന്ത് ചെയ്യാനാണ്? ഇത്രയും ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. ഒരു സൈഡിൽ നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഒരു സൈഡിൽ നിന്ന് പോയി. സാരമില്ല, എല്ലാം ശരിയാവും. ബസ് കാത്തിരിക്കുന്നു കഴിച്ചു. ഇവിടെ ബസ് വന്നിട്ടില്ല. ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. ബസ് പ്രിയദർശിനി ആയാലും മറ്റേ ബസ്സായാലും കയറി പോവാം കേട്ടോ. ബസ് ഏതായാലും നമുക്ക് പോവാം. താമസിക്കൂലേ? എന്തായാലും ബസ് വരട്ടെ. വെയിറ്റിംഗ് ആണ്. ഫൈനലി ബസ് കയറി. ഇനി നേരെ പോവാം ഗൈസ്. നേരെ പോയിട്ട് എവിടെയാണ് പോണതെന്ന് പറയാം. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ബസ്സിലാണ് വന്നത്. എന്നിട്ട് കറക്റ്റ് ഇവിടെ വന്നപ്പോഴത്തേക്കും ബ്ലോക്കും ഉണ്ട്, സ്റ്റോപ്പുണ്ട്, എന്നാലും ആൾ കയറാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഇറങ്ങി ഇതിലേ കൂടി അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. മ്യൂസിയത്തിൻ്റെ അകത്തോട്ട്. നമ്മൾ വന്നത് മ്യൂസിയത്തിലാണ്. നമുക്ക് എന്ത് ടെൻഷനും പ്രശ്നവും ഉണ്ടെങ്കിൽ നമ്മൾ വരുന്ന സ്ഥലം മ്യൂസിയമാണ്. ചിലവില്ലല്ല. ടിക്കറ്റ് എടുക്കുമ്പോൾ ആർജയ്ക്ക് ടിക്കറ്റ് വേണ്ട, എനിക്ക് മതി. അപ്പം എന്തായാലും പോകാം. നമ്മൾ എവിടെ കയറി? ഇതാണ് കേസ്. നോക്കി, നമ്മുടെ സൂ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഇവിടെ എത്ര വന്നാലും മടുക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് സൂവിൻ്റെ അകത്ത് കയറുമ്പോഴാണ് നമുക്കൊരു സമാധാനം. ആന. എന്തായാലും നമുക്ക് നേരെ പോയി ഭക്ഷണം കഴിക്കാം. ഞാനൊരു വീട്ടിലെ ഊണ് വാങ്ങിച്ചു കഴിച്ചു. അപ്പോൾ അത് പോയിരുന്ന് കഴിക്കാം. ഒരു കുപ്പി വെള്ളവും കൂടി മേടിക്കാം. എന്തായാലും പോകാം. അകത്ത് വെള്ളം വെക്കൂല കേസ്. മെലോട്ടർ കിട്ടൂല. ഇവിടെ ഈ കളറൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി പുറത്തോട്ട് വെള്ളം വാങ്ങിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ. എന്തായാലും ഭക്ഷണം കഴിച്ചത് ബ്ലോഗ് എടുത്തില്ല കേസ്. പക്ഷേ റീലിലൊക്കെ എടുത്തായിരുന്നു. ഭക്ഷണം കഴിച്ചു നമ്മൾ രണ്ടും കൂടി കഴിച്ചിട്ട് വേസ്റ്റൊക്കെ കവറിലൊക്കെ കെട്ടിച്ചിരിക്കണം. തിരിച്ച് ഇവിടെ കവർ അതെ കെട്ടിച്ചിട്ട് കവറിൽ ഇനി ഇതുകൊണ്ട് കളയണം. വെള്ളമൊക്കെ വാങ്ങിച്ചത് ഫുള്ള് തീർത്ത് കാലിയായിട്ടുണ്ട്. ഇത് ശ്രുതി കുടിക്കുന്നതിനേക്കാളും കൂടുതൽ വെള്ളം കൈകാണ് ഉപയോഗിച്ചത്. അത് ചിരിക്കാൻ ശരിയാണ്ടല്ലോ. കഴുത
പൈപ്പിൽ പോയി കൈകാൻ മതിയായിരുന്നു. ഇത് എന്റെ ഫാദറിലോ. ആ നിന്റെ ഫാദറിലോ അല്ലേ? എന്റെ ഫാദറിലോ അതന്നെ. എന്റെ ഫാദറിലോ അതാണ് എന്റെ ഫാദറിലോ. അതാണ് എന്റെ ഫാദറിലോ. അത് ശരിയാണ്. ഓക്കെ വെച്ചിട്ടാണെങ്കിൽ അനങ്ങാൻ വയ്യ. തിന്നിട്ട് അനങ്ങാൻ വയ്യാന്ന്. ഓവറായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും തേങ്ങ. ആ പിന്നെ അനിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ല. എനിക്കാ കൂട് കൂട്ടി തന്നത് ഇതാണ്. എനിക്കറിയാം ഇങ്ങനെയൊക്കെ വരുമെന്ന സാധനം. മഞ്ചാടി കുരു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ്. കുന്നിക്കുരു പറിക്ക. ആ കുന്നിക്കുരു പറിക്കാൻ തേങ്ങ മഞ്ചാടി. വെയിറ്റ് വേസ്റ്റ് അവിടെ കളയാൻ വേണ്ടി പോകണം. ഭക്ഷണം കഴിച്ചിട്ടുള്ള വേസ്റ്റ് കളഞ്ഞിട്ട് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് മുള്ളലാണ് പരിപാടി. അപ്പോൾ എന്തായാലും ബാത്റൂമിൽ പോകാൻ വെച്ചടിച്ച് എന്തായാലും പോയിട്ട് വരട്ടെ. ഞാനെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. എനിക്ക് വയ്യ ഇവിടെ നമ്മുടെ മേലെ നടന്നൊന്നും പോയി. നേരെ അവന് മുള്ളണം എന്നുള്ള ചിന്താഗതി ഉള്ളതാണ്. അതിൻ്റെ അകത്തു കൂടി പോകണം. ഇതൊക്കെ ആരാ? കാട്ടുവഴിയെ ഞാൻ കണ്ടില്ല. വെള്ളറിയ ഇവിടെയുണ്ട്. വെള്ളറിയ കണ്ട. കാട്ടുവഴിനെ കാണണമെങ്കിൽ ഇതാണ് എൻ്റെ കാട്ടുവഴിന്ന്. സൂന്ന് ചാടിപ്പോയ കാട്ടുവഴിയെ കിട്ടി. വരുന്നത് പെറുക്കാനാ കേസ്. മഞ്ചാടിക്കുരി പെറുക്കാണ്. പെറുക്കി എവിടെ പോയതും പെറുക്കി തന്നെ ആയിരിക്കും. എൻ്റെ പൊന്നോ. സന്തോഷം കണ്ടോ പെറുക്കിയപ്പോഴേക്കുള്ള സന്തോഷം കണ്ടോ കേസ്. പെറുക്കികൾ എങ്ങനെയാണ്? എവിടെ പോയി പെറുക്കിയാലും സന്തോഷമാണ്. പെറുക്കി സ്തുതി. ആ പെറുക്കിയുടെ മാപ്പിള ഞാൻ. പെറുക്കി കല്യാണം കഴിച്ച പെറുക്കിയുടെ മാപ്പിള ഞാൻ. മഴ പെയ്ത് നിറഞ്ഞോളാണ് കേസ്. അല്ലാതെ ഇത് വൃത്തിയാക്കി നിറച്ചതല്ലല്ലോ. ഹനുമാൻ കുല ഇങ്ങനെ കാണാനല്ല കേസ്. അവൻ വീണ്ടും ചാടിപ്പോയി. അവൻ ഓൾറെഡി വർഷം ചാടിയതാണ്. അവിടെ ഇപ്പൊ ക്യാമറയും വെച്ചിട്ടുണ്ട്. അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ കേസ്. അവൻ വീണ്ടും ചാടിപ്പോയി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ക്യാമറ വെച്ചേക്കുന്നത്. എന്നിട്ട് വീണ്ടും കാണുന്നല്ലെന്ന് തോന്നുന്നു. അവൻ ചാടിപ്പോയി തോന്നുന്നു. കിടക്കുക. പോയി നീന്തടാ. പോയി പണിയെടുക്ക്. അങ്ങനെ തടി പറയട്ടെ നിന്റെ ശ്രുതി. അവൻ്റെ അടുത്ത് ഇറങ്ങി റെസ്റ്റ് എടുക്കാതെ പണിയെടുക്കണമെന്നൊക്കെ. അവിടെ റെസ്റ്റ് എടുക്കണം. എന്നിട്ട് പോടാ. നീ ചാടി നോക്കുക. അവൻ എണീച്ച് ഓടി വരും. അത്ര നമ്മൾ അച്ഛനോട് കൂടാറുള്ളത്. അത് വലിയ കൂടാൻ എൻ്റെ ഇപ്പോഴും ജീവനുള്ളത്. ചിത്രയാണോ മൈനയാണോ ആർക്കാണ് എനിക്കറിയാൻ പറഞ്ഞ. ആ ഇത് മൈന. ആ ഇരട്ടമേന ചോദിച്ചു. ഇരട്ടമേന. ശ്രുതി സന്തോഷം ഉണ്ടാവും. ഓ ശ്രുതി ഹാപ്പിനെസ്. അത് മൈനയാ. കല്ലെടുത്ത് നോക്കിയൊക്കെ അവർ ഒച്ചനൊക്കെ പറയാൻ പറ്റും. അത്ര ഇച്ചിരി ജീവനുള്ള സാധനം ഉണ്ടാവില്ല ശ്രുതി. ബാക്കി മിക്ക കൂടുതലും കാലിയാണ്. അതുകൊണ്ടായിരിക്കും കൂടുതലായിട്ടുണ്ടാവുന്നത്. അതെ കുറേ. എത്ര ഉണ്ട്? 3 ഉണ്ടോ? 4 ഉണ്ടോ? അവിടെ ഒരു പരുന്തിരിപ്പുണ്ട് അല്ലേ? അറിയണം. കൊക്കാണോ? അതേനാണോ? അതേണോ ഗൈസ്. 3 ആ സൈഡിലേക്ക് ഇങ്ങോട്ട് വന്നില്ല. അനരാധികൾ ഇങ്ങോട്ട് വന്നാൽ വീട് എടുക്കരുത് ശ്രുതി. ഗൈസ് ഒരെണ്ണമുണ്ട് കരട് ഓട്ട് കിടക്കുന്നു. ഫൈനലി ഞാൻ എൻ്റെ അമ്മായിയപ്പനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അമ്മായിയപ്പനെ കണ്ടിട്ട് പോവാം. അമ്മായിയപ്പൻ്റെ മേളിൽ റെസ്റ്റിംഗ് ആണ് ഗൈസ്. സുഖം തന്നെയാണ്. കണ്ടോ? അങ്ങനെ പറയണ റീസൺ വിളിക്കുന്നതിൻ്റെ റീസൺ ഇതാണ്. കണ്ടോ? ഗണേശൻ. ഇതിൻ്റെ പേര് ഗണേശൻ എന്നാണ്. അതാണ് എൻ്റെ അമ്മായിയപ്പൻ്റെ പേര്. ഗണേശൻ എന്നാണ്. വാ ഗണേശ പോവാന്ന്. ഇവൻ്റെ പേരെന്താണെന്നും അറിയില്ല. എന്തായാലും ആശൻ തകർത്ത നടത്തത്തിലാണ്. എക്സസൈസാണെന്ന് തോന്നുന്നു. പൊളി പേരെന്താണെന്നറിയില്ല കേട്ടോ ഗൈസ്. എന്തായാലും തിന്നിട്ടുള്ള വ്യായാമിലാണ് ആശാനെന്ന് തോന്നുന്നു. കണ്ട നല്ല നടത്താ പോകുന്നതിന് നമ്മളെ വീട്ടിൻ്റെ അവിടെ ഇഷ്ടംപോലെ കാണപ്പെടുന്നൊരു സാധനം കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളവിടെ കാണുന്ന സാധനം കൂടുതൽ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെയുള്ള ചെറുതാണ്. വലുത് കണ്ടിട്ടേ ഇല്ല. ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. വരുമോ നോക്കാം. അതുകൊണ്ട് ആ കാണുന്ന സാധനം നമ്മളവിടെ വീട്ടിലുള്ളതാണ്. ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ കൂടി ഓടിക്കളിച്ചോണ്ട് നിന്നാണ്. കണ്ട ഇതിലുള്ളതാണ് നമ്മളവിടെ കിടക്കുന്ന ശോഭയിലല്ല ബദ്രി. എന്തായാലും നോക്കാം. കൊള്ളാമല്ലേ? നമ്മളെ കുറുനരി തോന്നിക്കിന് കുറുനരി എന്നൊക്കെ പറയാം. നമ്മളവിടെ ഇത് ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വീഡിയോ കാണുന്ന ആൾക്കാർ ചോദിക്കും
എന്താണ് ഈ ഊളൻ കുറുക്കൻ എന്നൊക്കെ പറയുന്നത്. ഇതാണ് സാധനം. ഇതും പട്ടിയും കൂടി ക്രോസ് ആയിട്ട് നമ്മളവിടെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നോക്കാം. ഫൈനലി നമ്മൾ പരുത്തിക്കുഴി ബസ് കയറി. ഈ ബസ്സിൽ സുഖമല്ലേ? അതാണ്, അതും കുളമായി. എന്തായാലും കുഴപ്പമില്ല, പോവാം. ഇത് കുണ്ടി തരംവിച്ച് ഗൈസ്. കാണാൻ ലുക്ക് മാത്രമേ ഉള്ളൂ ബസ്സിന്, ലുക്ക് മാത്രമേ ഉള്ളൂ ഗൈസ്. എന്തായാലും പക്ഷെ പുതിയ ബസ്സാണ്, പുതിയ മോഡൽ ബസ്സാണ്. പക്ഷെ അത് നമുക്ക് കിട്ടി. ഓടിക്കാൻ സുഖമാണെങ്കിലും ഇരിക്കാൻ സീറ്റൊക്കെ വളരെ ശോചനീയമാണ്. ഇരുന്ന് നടുവൊടിഞ്ഞു. നടന്ന് നമുക്ക് വീട്ടിൽ പോകാം. ആർജയ്ക്ക് ദേഷ്യം പറഞ്ഞു, ആദ്യം നടുവൊക്കെ പോയിന്നും പറഞ്ഞ്. അയ്യോ, ഇരിക്കാൻ പറ്റുന്ന സത്യം. എന്തായാലും നമുക്ക് വീട്ടിൽ പോകാം. ഫൈനലി നമ്മൾ വീടെത്തിരിക്കുകയാണ്. പോയി കുളിച്ചിട്ട് പോവാന്നേ. എന്തൊരു പറഞ്ഞാലും ഭ്രാന്താണെന്നാണ് പറയുന്നത്. എനിക്ക് ഈ സന്ധ്യാസമയത്ത് കുളിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുളിച്ചിട്ട് പോവാന്ന്. ആ, അതിന് ഭ്രാന്തൊന്നും പറഞ്ഞൊന്നുമില്ല, കുറച്ച് വിവരം മതി. ഓ പിന്നെ ആ, നീ വരണ്ട, നീ ഇവിടെ ഇരുന്നോ, ഞാൻ പൊക്കോളാം, നീ വരണ്ട. ആ പിന്നെ പൊന്നതോ നമ്മളെ വീട്ടിൽ വന്ന് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് താഴോട്ട് പോവേന്ന്. ബാ ആർജ അങ്ങനെ നമ്മൾ കടമൊക്കെ തീർക്കണമല്ലോ. വാ 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 കിച്ചു പൊന്നു വാ, നമുക്ക് ഒരുമിച്ച് വരാം. വാ പൊന്നു വാടി. എന്തായാലും നടക്കട്ടെ, ഇരുട്ടി എന്നാലും പോകണമായിരിക്കും നല്ലത് അല്ലേ ആർജെ? സാരമില്ല, ബാ. ബദ്രിക്കുട്ടി ബദ്രി, ബാ. നടന്ന് തിരിച്ചു പോവേണ്ട ഗൈസ്. ഇരുട്ടി എന്ന് വെച്ചാൽ നന്നായിട്ട് ഇരുട്ടി. എന്തായാലും പോവാം. വീട്ടിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. പിന്നെ നമ്മൾ വീടെത്തിയിരിക്കുകയാണ് ഗൈസ്. വീടെത്തിയിരിക്കുന്നു. നല്ല ഇരുട്ടി. പെട്ടെന്ന് പോട്ടെ, എന്നിട്ട് വേണം ബാക്കി പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈറ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല, കള്ളന്മാരും ഉണ്ടെങ്കിൽ കള്ളന്മാർ വരും. വെള്ളം കുടിക്കാണ്. ഇനി കറി ചൂടാക്കി വെക്കണം അല്ലേ? കറി ചൂടാക്കി വെക്കാണ്ട് ഗൈസ്. പിന്നെ മീൻ നന്നാക്കി വെക്കണം. അങ്ങനത്തെ കുറച്ച് വീട്ടിലൊക്കെ ഉണ്ട് അല്ലേ? വെണ്ടയ്ക്കിപ്പ് ഉണ്ടാക്കണ്ട? വെണ്ടയ്ക്കിപ്പ് ഉണ്ടാക്കണ്ട? ആ, കറിയും വെക്കും. ഓക്കെ. അപ്പോൾ മീൻ വറുത്ത് കറിയും വെച്ച് ചിലപ്പോൾ വെണ്ടയ്ക്കും വെക്കും. സുതി സമയം ഉണ്ടെങ്കിൽ നോക്കട്ടെ, ചിലപ്പോൾ ഒക്കെ ആയിരിക്കും. ലൈവ് ഇടട്ടെ? എങ്ങനെയാണത് ലൈവ് ഇടട്ടെ? പാത്രം കഴുകാൻ വേണ്ടി എടുക്കാം. കഴുകിയ പാത്രമാണ് ഒന്നുകൂടി കഴുകിയെടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ കഴുകാത്തോത്ര രീതിയിൽ ആ കരിപ്പാത്രം അപ്പോൾ ഞാൻ കൊണ്ട് കൊടുക്കട്ടെ. അതിൽ കഴുകാൻ വെള്ളം ടോർച്ച് കൊണ്ടിട്ടെ. ഇത് പാത്രം, ഇത്രയും പാത്രം, എല്ലാ പാത്രം എടുക്കാനായിട്ട് മീൻ കൂടി കൊടുത്തിരാൻ നോക്കാനായിട്ട് വീട്ടിൽ മീൻ കൊണ്ടുതരാം. കിച്ചുവിന് ഇടാനുള്ള പാത്രം കൊണ്ടുതരാം കേട്ടോ. മീനിൻ്റെ വേസ്റ്റ് ആ കുഴപ്പമില്ല, ഇട്ടേക്കാം. കുറച്ച് ഉള്ളത് ഇട്ടേക്കാമല്ലോ. പുതിയ പാത്രം കൊണ്ടിരിക്കാൻ ശേഷിച്ചിട്ട് മീൻ നോക്കാണ്ട് മീൻ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കിണറ്റിനോടത്ത് ഇരിക്കാമെന്ന് വെച്ചാൽ, കാരണം കൂട്ടിന് ഒരാളാണല്ലോ, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പോകുന്നത് മോശമല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് വെച്ചാൽ കൂട്ടിന് പാത്രമൊക്കെ ഏകദേശം കുറച്ച് കൈ കഴിഞ്ഞു. ഫുള്ളും കൈ കഴിഞ്ഞു. ഒറ്റയിടല്ലേ കിണറ്റിലിട്ടല്ലോ കേട്ടോ. അമ്മയെപ്പോലെ ആ ഒരു ദിവസമാണ് മകളും. അമ്മ കുറേ പാത്രം കിണറ്റിലിട്ടിട്ടുള്ളതാണ്, അത് വേറെ കാര്യം. എന്തായാലും ഞാൻ പാത്രം കുറച്ച് കൊണ്ടുവെക്കട്ടെ. സുധി മീൻ നന്നാക്കാൻ വേണ്ടി പോണ്. ഇനിയുണ്ട് പാത്രം കഴുകാനുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് വെക്കട്ടെ. കൂടി നല്ല പച്ച മീൻ അല്ലേ ശ്രുതി? നല്ല ഫ്രഷ് മീൻ തന്നെയായിരുന്നു ഗൈസ്. പിടിക്കുമ്പോൾ തന്നെ തോല് മാത്രം കിട്ടുന്നുള്ളൂ. അപ്പോൾ നല്ല ഫ്രഷ് മീനായിരുന്നു. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞായിരുന്നെങ്കിലും ഞങ്ങൾ അത്ര സീരിയസ് ആയി എടുത്തില്ലായിരുന്നു. പക്ഷെ നല്ല ഫ്രഷ് മീനായിരുന്നു. മീൻ നന്നായി കഴിഞ്ഞു. ഇനിയിപ്പോൾ കൊണ്ടുപോയി കറി വെക്കണം അല്ലേ ശ്രുതി? അതാണ് പരിപാടി. ചിലപ്പോൾ വെണ്ടയ്ക്ക് വെക്കും, സമയം ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ വെക്കൂല. വെണ്ടയ്ക്ക് നാളെ രാവിലെ വെക്കും അല്ലേ? നോക്കാം. അത് ശ്രുതിയുടെ ആ സമയത്ത് മൂട് പോലെ ഉണ്ടാവും. ചിലപ്പോൾ വെക്കും. ശ്രുതിയും പറയാൻ പറ്റില്ല. ശ്രുതി ഇപ്പോൾ കേടായി പോകുന്നു മേടിച്ചിട്ട് രാത്രി തന്നെ വെച്ചാലും വെക്കും. സുരേന്ദ്രൻകാരുടെ ചൂര മീൻ ശ്രുതി കറി വെക്കുകയാണ്. മുരിയൻ കൊല്ലിട്ട മീൻ കറി അല്ലേ ശ്രുതി? കറി വെക്കാൻ വേണ്ടി പോവാം. കറി വെക്കട്ടെ. അതാകുമ്പോൾ നാളത്തേക്കുള്ള കറിയായി. നമ്മൾ നാളെയും കൂടി ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ. മറ്റന്നാൾ പോകും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നാളത്തേക്ക് ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കണക്കാക്കി വെക്കണം. ബാക്കി മീൻ വറക്കും. നമ്മൾ കുറച്ച് മീൻ കറി വെച്ചിട്ട് മെയിനായിട്ട് തലയായിരിക്കും കറി വെക്കണത് അല്ലേ ശ്രുതി? മെയിനായിട്ട് തലയായിരിക്കും കറി വെക്കണത് അല്ലേ? ബാക്കി വശം വറുത്തിട്ട് വെണ്ടയ്ക്കയിലിട്ട് ഫ്രൈ ചെയ്യാനുള്ള പ്ലാനിലൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ കൊച്ചിക്കാരുടെ റെസിപ്പിയാണ്. എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക് അച്ചിങ്ങ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെമ്മീനിടും. ചെമ്മീൻ വരെ വേറെ മീനിടും ഉണ്ടാകും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ മീനിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. പരീക്ഷണങ്ങൾ എൻ്റെ തലയിലാണ് ഇന്നത്തെ ദിവസം. സുഖ പരീക്ഷണം നടക്കട്ടെ.
അല്ല അപ്പം മടുത്ത് അപ്പം മുട്ട ശരിക്കും മടുത്ത് വീട്ടിൽ പറയണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ക്ലാസ്സിൽ പോണോ ആർക്കറിയാം എന്തൊക്കെയോ ഉണ്ട്. ഞാൻ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കണ വെച്ചിട്ട് വിളിക്കാത്ത. ഇനി വീട്ടിൽ പോകുമ്പോൾ പറയാം. ഇനി വീട്ടിൽ പോകുമ്പോൾ പറയാം. നീ മൂത്ത ആളാണ്, എല്ലാം ഓക്കെ ആണ്. നിന്റെ അടുത്തൊരു അഭിപ്രായം ചോദിക്കുമ്പോൾ അമ്മേടെ ഇഷ്ടം പോലെ ചെയ്യാൻ വേണ്ടി പറയാം. നീ ഒരു അഭിപ്രായം പറഞ്ഞ് പിന്നെ കുറെ കഴിയുമ്പോൾ നിന്റെ വരുമാനത്തിലല്ല കുടുംബം പോകണം. അത് നീ മനസ്സിലാക്കാം. എന്തിനാവട്ടെ പോട്ടെ. അപ്പോൾ എന്തായാലും ശ്രുതി മീൻകറി ഉണ്ടാക്കട്ടെ. മീൻകറിക്ക് അരച്ച് സെറ്റപ്പ് ആക്കി ഒരു കറി അടുപ്പിൽ വെച്ചിട്ടുണ്ടാവും. തിളച്ച് കഴിഞ്ഞാൽ മീനിടാം അല്ലേ ശ്രുതി? അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി മീൻ പരിപാടി. പിന്നെ വെണ്ടയ്ക്ക ചിലപ്പോൾ ഉണ്ടാക്കുള്ളൂ, ഉറപ്പില്ല. പിന്നെ മീൻ വറുക്കാനൊക്കെ ഉണ്ട്, അപ്പോൾ അതിനുള്ളത് മാറ്റിക്കൊണ്ടിരിക്കുക. അതിന് പൊരിച്ച് സെറ്റപ്പാക്കി എടുക്കണം. നാളത്തെ നമ്മൾ ഇനി കേടായിപ്പോൾ ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട്. മുകളിൽ വീട്ടിൽ കൊണ്ടുവെക്കുക വെച്ചാൽ അവർ വീട്ടിലില്ല, അവരടുത്തിട്ടില്ല. കറിക്ക് അധികം വേണ്ട, 2 കഷ്ണം ഇട്ടാൽ പോലെ. തലയിടുന്നില്ല പിന്നെന്താണ്? ഓഫ് ഉള്ളത് എല്ലായിടത്തും കറിക്കകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വറക്കാനുണ്ടാവും? ഓ എന്തോ ശ്രുതി ഇനി കറി ഉണ്ടാക്കട്ടെ, എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അല്ലേ ശ്രുതി? ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഞാൻ ഉണ്ടാക്കാം കുറച്ച് സോയാബീൻ കറി വന്നപ്പോൾ ചൂടാക്കിയില്ലേ, അതുകൊണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. കറി ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ലെങ്ത് ആക്കേണ്ട വെച്ചിട്ട് ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അല്ലേ ശ്രുതി? അപ്പോൾ നമ്മൾ ചോറ് കുറച്ച് കുറച്ച് ചോറ് എടുക്കുന്നുണ്ട്. അപ്പോൾ ചോറൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാം. അതാണ് പരിപാടി. ഇന്നത്തെ ഒരു ഡേ ലൈഫ് ഇത്രയൊക്കെ വിശേഷങ്ങൾ. ഇന്ന് ഫുള്ള് യാത്രയുണ്ട്, അധികം എടുക്കാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. ലെങ്ത് ആയി പോയെങ്കിൽ ക്ഷമിക്കുക, ലെങ്ത് ആയില്ലെങ്കിൽ സന്തോഷം. അല്ലേ ശ്രുതി? എന്തായാലും വീഡിയോ കണ്ടവർക്ക് താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൺലൈൻ ബെല്ലൈക്കണും കൂടി കൊടുക്കുക. എന്നാലും നമ്മുടെ ലൈവ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ.